السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وآل كل وصحابة أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിലെ 22ാമത്തെ സുദിനത്തെയാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളും തറാവീഹുകളുമെല്ലാം അവൻ ഇഷ്ടപ്പെട്ട അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികളാണ് നാം ഏവരും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് അവനുമായിട്ടുള്ള രഹസ്യ ഭാഷണം അഥവാ സുന്നത്ത് നമസ്കാരങ്ങൾ. അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാൻ ഉപകരിക്കുന്ന ഒന്നാണ്. അതിലേറ്റവും മർമ്മപ്രധാനമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദ് എന്ന മഹത്തായ നമസ്കാരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ നിശാ നമസ്കാരം, രാത്രിയിലുള്ള നമസ്കാരം. പാതിരാത്രി സമയം അള്ളാഹുവിന് വേണ്ടി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് 2 റക്അത്ത് ഏറ്റവും ചുരുങ്ങിയതെങ്കിലും അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമസ്കരിക്കുക. ഈ റമദാനിൽ നമ്മൾ അത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് നിർവഹിക്കുന്ന 2 റക്അത്ത് തഹജ്ജുദ് നമസ്കാരം റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാപം മുഴുവനും പൊറുക്കപ്പെട്ട വ്യക്തിയാണ് നമുക്കറിയാം. അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധരായ പ്രവാചകൻ, രാത്രിയിൽ നിന്ന് നമസ്കരിച്ച് പ്രവാചകന്റെ കാല് നീര് കെട്ടിയ സംഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചു, നബിയെ, എന്തിനാണ് തങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. മുൻപിൻ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലേ നബിയെ? പിന്നെന്തിനാണ് കാലിൽ നീര് കെട്ടി വീർക്കുന്ന ഇത്ര ബുദ്ധിമുട്ടുകൾ, ഇത്ര പ്രയാസമായിട്ട് തങ്ങളെ നമസ്കരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി നമ്മുടെ ഏവരുടെയും ഹൃദയത്തെ പിടിച്ചു കുലുക്കേണ്ടുന്നതാണ്. നബി തങ്ങൾ കൊടുത്ത മറുപടി, അഫല അകൂന അബ്ദൻ ശകൂറ. ആയിഷ, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരടിമയായി പരിലസിക്കണ്ടേ എന്നാണ് പ്രവാചകൻ ചോദിച്ചത്. സഹോദരങ്ങളെ, ആരാണ് ഈ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ 2 ദിവസം തുടർച്ചയായി പത്തിരി കഴിച്ചിട്ടില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്ന് ആയിഷ ബീവി നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിലൂടെ നമുക്ക് വ്യക്തമാണ്. അഥവാ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു തനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിക്കുന്ന ഒരടിമയായി ഞാൻ മാറണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിലുടനീളം കൃത്യമായി തഹജ്ജുദ് നമസ്കാരം അഥവാ നിശാ നമസ്കാര വിധങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു. നമ്മൾ ഏവരും നമ്മുടെ ജീവിതത്തിൽ അത് നിത്യമാക്കുക. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയക്കൊടി പാറിക്കണമെങ്കിൽ, നിനക്ക് സമുന്നതമാകുന്ന വലിയ സ്ഥാനമാനങ്ങൾ നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ രാത്രിയുള്ള നമസ്കാരം നീ നിലനിർത്തണമെന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. നിനക്ക് വലിയ സമുന്നതമാകുന്ന പദവി നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നീ രാത്രിയിലുള്ള നമസ്കാരം കൃത്യത വെക്കണേ എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനമാകട്ടെ നമ്മുടെ ജീവിതത്തിലുടനീളം ഏറ്റവും വലിയ മാതൃകയായി നമ്മൾ കൈക്കൊള്ളേണ്ടുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ റമദാനിൽ നമ്മൾ തുടങ്ങി വെക്കുന്ന ഈ ഇബാദത്ത് ജീവിതത്തിലുടനീളം കൃത്യത വെക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നമസ്കാരങ്ങളെല്ലാം, പ്രത്യേകിച്ച് തഹജ്ജുദ് നമസ്കാരം, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.